മാന്യമഹാജനങ്ങളെ, ഞാൻ വിദേശയാത്ര കഴിഞ്ഞ് സസുഖം തിരിച്ചെത്തി. ഈ കോൺഗ്രസ് പ്രസിഡൻറ്റിൻ്റെ കാര്യം എന്തെങ്കിലും ഒന്നാകട്ടെ എന്ന് വിചാരിച്ചാണ് ഇത്ര നേരം കാത്തിരുന്നത്. നേരം സന്ധ്യയായി. KPCC പ്രസിഡൻറ്റിനെ ഇന്ന് പ്രഖ്യാപിക്കും എന്ന് ഏഷ്യാനെറ്റും മനോരമയും മാതൃഭൂമിയൊക്കെ ഇങ്ങനെ മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻ്റണി ആയിരിക്കും അടുത്ത പ്രസിഡൻറ്റ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ കേൾക്കുന്നത് സുധാകരൻ സ്ഥാനമൊഴിയാൻ തയ്യാറില്ല, രാജിവെക്കാനും തയ്യാറില്ല, അദ്ദേഹത്തെ നിർബന്ധപൂർവ്വം തള്ളിപ്പുറത്താക്കാൻ ഹൈക്കമാൻഡിന് ധൈര്യവുമില്ല. എന്തുകൊണ്ട് തന്നെ മാറ്റുന്നു എന്ന ചോദ്യത്തിന് ഹൈക്കമാൻഡും നോ കമാൻഡും കൃത്യമായ ഉത്തരം നൽകണം, എന്നാലേ രാജിവെക്കുകയുള്ളൂ, സ്ഥാനം ഒഴിയുകയുള്ളൂ എന്നാണ് സുധാകരൻ സാറ് പറയുന്നത്. മാത്രമല്ല, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളെക്കാളും മികച്ച വിജയമുണ്ടായ ഒരു സ്റ്റേറ്റാണ് കേരളം. അവിടുത്തെ PCC പ്രസിഡൻറ്റിനെ ഒരു കാരണവും കൂടാതെ പറഞ്ഞേക്കാൻ പറ്റുകയില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ മുല്ലപ്പള്ളി രാമേന്ദ്രനെ എടുത്തു മാറ്റിയ പോലെ, അതല്ലെങ്കിൽ പണ്ട് പാവം തെന്നല ബാലകൃഷ്ണപിള്ള സാറിന് ചെയ്ത പോലെ ചെയ്യാനുള്ള ധൈര്യം, അത് കയ്യറപ്പ് മാറിയ ഒരു അവസ്ഥ ഹൈക്കമാൻഡിനുണ്ടാകണം. അത് പറ്റില്ല. വേറൊരു പ്രശ്നം കൂടിയുണ്ട്. മുല്ലപ്പള്ളി രാമേന്ദ്രനുമല്ല, തെന്നല ബാലകൃഷ്ണപിള്ളയുമല്ല കുമ്പക്കൊടി സുധാകരൻ. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇതുപോലത്തെ ഉടായിപ്പൊന്നും നടക്കുകയില്ല. കേരളത്തിലെ ഏറ്റവും ജനപ്രിയനായ കോൺഗ്രസ്സുകാരനാരെന്ന് ചോദിച്ചാൽ ഇപ്പോഴും ഉത്തരം സുധാകരൻ എന്ന് തന്നെയാണ്. അങ്ങനെയുള്ള സുധാകരനെ മാറ്റിയിട്ട് ആൻ്റണിയെ വാഴിക്കണമെങ്കിൽ ഈ ഹൈക്കമാൻഡിലിരിക്കുന്ന ആൾക്കാരുടെ തലക്കകത്ത് ഒന്നുകിൽ അറക്കപ്പൊടി ആയിരിക്കണം, അല്ലെങ്കിൽ ചകിരിച്ചോറായിരിക്കണം. അതല്ലെങ്കിൽ പുറത്ത് പറയാൻ കൊള്ളാതെ വേറെ എന്തെങ്കിലും ആയിരിക്കണം. ആൻ്റണി കത്തോലിക്കനാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ KPCC പ്രസിഡൻ്റ് ആക്കിക്കളയാം എന്നാണത്രേ ഇവിടുത്തെ ചാണക്യന്മാരുടെ മനസ്സിലിരിപ്പ്. ക്രിസ്ത്യൻ സമുദായം കോൺഗ്രസിൽ നിന്ന് UDF നിന്നും അകന്നു പോകുന്നു, അത് യാഥാർത്ഥ്യമാണ്. അതിനൊരു പരിഹാരക്രിയയായിട്ട് KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു ക്രിസ്ത്യാനി, വല്ല ക്രിസ്ത്യാനിയും പോരാ. ഇപ്പോൾ ബെന്നി ബെഹനാനെ വേണമെങ്കിൽ പരിഗണിക്കാം, തൻ്റെ ഇടമുള്ള നേതാവാണ്, ജനങ്ങളുമായിട്ട് ഇടപെടാൻ അറിയുന്ന ആളാണ്. ഒരു കാലത്ത് കണ്ണ് തിമിരം ബാധിച്ച് ഗ്രൂപ്പുകാരനായിരുന്നെങ്കിൽ ഇപ്പം ഗ്രൂപ്പിൽ നിന്നൊക്കെ കുറച്ച് അകലം പാലിക്കുന്ന ആളാണ്. പക്ഷേ അദ്ദേഹം യാക്കോബായ സഭക്കാരനാണ്. KPCC പ്രസിഡൻ്റായിട്ട് യാക്കോബായക്കാരൻ വന്നാൽ ശരിയാവില്ല. അവിടെ കത്തോലിക്കൻ തന്നെ വേണം. വെറും കത്തോലിക്കൻ വന്നാൽ പോരാ. ഈ തോമാസ് ലീഹയുടെ കാലത്ത് മാമോദിസ മുഖ്യ അതിപുരാതന സുറിയാനി കത്തോലിക്കൻ തന്നെ വേണം. അങ്ങനെ ഒരാളെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അവസാനം ചെന്ന് മുട്ടിയത് ജോസഫ് വാഴക്കനെ പരിഗണിച്ചു. പിന്നെ വാഴക്കൻ പോരാ എന്ന് തോന്നി. സണ്ണി ജോസഫിനെ ആലോചിച്ചു. സണ്ണി ആയാലും തരക്കേടില്ല എന്ന അഭിപ്രായം വന്നു. അപ്പോഴും ഇയാൾ കുടിയേറ്റക്കാരനാണ്, ഒറിജിനൽ ക്രിസ്ത്യാനി, കോട്ടയം ക്രിസ്ത്യാനി വേണം. അങ്ങനെ നോക്കിയപ്പോഴാണ് ആൻ്റണിയെ കണ്ടെത്തിയത്. KPCC പ്രസിഡൻ്റ് ആകാൻ ഇത്രയും മോശപ്പെട്ട ഒരാളെ കണ്ടുപിടിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിനും അവിടെ ഇരിക്കുന്ന പുല്ലന്മാർക്കും അല്ലാതെ ആർക്കും പറ്റുകയില്ല. ഈ പുല്ലന്മാർ എന്നുള്ള വാക്ക് ഞാൻ മനഃപൂർവ്വം ചോദിച്ചത്. രാഹുൽ ഗാന്ധിയുടെ അളിയൻ വാദ്ര എന്ന് പറഞ്ഞൊരു അലവലാതി നിങ്ങൾക്കറിയാമല്ലോ, റോബർട്ട് വാദ്ര നിരവധി കേസുകളിൽ പ്രതിയാണ്. അതിന് ഇന്നോ നാളെയോ മറ്റന്നാളോ വേണമെങ്കിൽ ED-ക്കാർ കൊണ്ടുപോകാം, ഇൻകം ടാക്സുകാർ കൊണ്ടുപോകാം, CBI-ക്കാർ കൊണ്ടുപോകാം. അത്രയധികം കളങ്കിതനായൊരു വ്യക്തിയാണ് ഈ വാദ്ര, പ്രിയങ്ക ഗാന്ധിയുടെ കെട്ടിയവൻ. അയാളുടെ ബുദ്ധിയാണത്രേ ഈ ആൻ്റണിയെ KPCC പ്രസിഡൻ്റായിട്ട് ഇവിടെ കേരളത്തിൽ കൊണ്ടുവന്ന് അവരോധിക്കാൻ. കോട്ടയം DCC പ്രസിഡൻ്റായിട്ടിരിക്കാൻ യോഗ്യതയില്ലാത്തവരാണ് ആൻ്റണി. അവരാണ് ഇനി KPCCയെ നയിച്ച് UDF-നെ വിജയ സോപാനത്തിലെത്തിക്കാൻ പോകുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതാണ് ഞാൻ പറഞ്ഞു, ഇവൻ്റെ തലക്കകത്ത് ചകിരിച്ചോറല്ലെങ്കിൽ തേങ്ങാ പിണ്ണാക്കായിരിക്കും എന്ന കാര്യം. അപ്പോൾ അങ്ങനെ കോൺഗ്രസ് പാർട്ടീനെ ഒരിക്കലും രക്ഷപ്പെടരുത്. UDF തുലഞ്ഞ് തുന്നം പാടണം എന്ന് നിർബന്ധ ബുദ്ധിയുള്ള ആളുകളാണ് ഈ പാർട്ടിയെ നയിക്കുന്നത്. അതുകൊണ്ട് വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല. സുധാകരനെ മാറ്റുന്നതിന് ഞാൻ എതിരല്ല. അദ്ദേഹത്തിന് പ്രായാധിക്യമുണ്ട്, അതിൻ്റേതായ ക്ഷീണമുണ്ട്, അദ്ദേഹത്തിന് ഉണ്ട് എന്ന് അദ്ദേഹം വിചാരിക്കുന്ന പോലുള്ള ആരോഗ്യം അദ്ദേഹത്തിനില്ല, സത്യമാണ്. അദ്ദേഹത്തെ മാറ്റാം. അപ്പം അതിനെ മുരളീധരൻ പറഞ്ഞ പോലെ ഫോട്ടോ കണ്ടാലെങ്കിലും ആളുകൾ തിരിച്ചറിയുന്ന ഒരാൾ വേണ്ടേ KPCC പ്രസിഡൻ്റാകാൻ. കത്തോലിക്കനാണ് എന്നുള്ളതുകൊണ്ട് ആളുകൾ ബന്ധിക്കാൻ നോക്കിയിട്ടല്ല വോട്ട് ചെയ്യുക. ബന്ധിക്കാൻ നോക്കിയിട്ട് ആളുകൾ വോട്ട് ചെയ്യുകയാണെങ്കിൽ ശരിയാണ്, അല്ലെങ്കിൽ കുരിശ് നോക്കിയിട്ട് വോട്ട് ചെയ്യുകയാണെങ്കിൽ ശരിയാണ്. ആത്മാഭിമാനമുള്ള ഏതെങ്കിലും കത്തോലിക്കൻ ഈ ആൻ്റണി KPCC പ്രസിഡൻ്റായെന്നുള്ള ഒറ്റ കാരണത്താൽ, വേറെ ഒരു കാരണവും കൂടാതെ കോൺഗ്രസിന് വോട്ട് ചെയ്യും, അല്ലെങ്കിൽ UDF-ന് വോട്ട് ചെയ്യും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നില്ല. ഞാൻ ഈ രാഷ്ട്രീയം അടുത്തുനിന്നും അകലെ നിന്നും കാണാൻ വിട്ട് കൊല്ലം ഒരുപാട്. എനിക്ക് ഓർമ്മ വയ്ക്കുന്ന കാലത്ത് KK വിശ്വനാഥനാണ് KPCCയുടെ പ്രസിഡന്റ്. പിന്നീട് ഗുജറാത്ത് ഗവർണറായി പോയ വിശ്വനാഥൻ വക്കീൽ. അതിന് ശേഷമാണ് AK ആൻ്റണി വന്നത്. ആൻ്റണിക്ക് 33 വയസ്സുണ്ടായിരുന്നു, KPCC പ്രസിഡൻ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് കോൺഗ്രസ് പിളർന്നു.
പിളർന്നപ്പോൾ KM ചാണ്ടി സാറിനെ കൊടുത്തു കരുണാകരൻ. ചാണ്ടി സാറ് നല്ല അംഗീകാരമുള്ള ആളായിരുന്നു. അദ്ദേഹം കൊച്ചി നിയമസഭയിൽ അംഗമായിരുന്നിട്ടുള്ള ആളാണ്. റബ്ബർ ബോർഡ് ചെയർമാനായിരുന്നു. മധ്യ കേരളത്തിൽ നല്ല സ്വാധീനമുള്ള ആളായിരുന്നു. അതുകൊണ്ടാണ്. അതിനുശേഷം AL ജേക്കബിനെ കൊടുത്തു. ജേക്കബ് ചേട്ടനും എറണാകുളം ഭാഗത്ത് നല്ല പിന്തുണയുള്ള ആളായിരുന്നു. പിന്നീട് CV പത്മരാജൻ പ്രസിഡൻ്റായി. അതിനുശേഷം വീണ്ടും AK ആൻ്റണി വന്നു. പിന്നെ ആൻ്റണി പറയുമ്പോൾ വയലാർജി വന്നു. ഇതൊന്നും അങ്ങനെ വ്യക്തികളുടെ അടിസ്ഥാനത്തിൽ വന്നതല്ല. AK ആൻ്റണി കുർബാനയും കുമ്പസാരവും കുന്തിരിക്കും ഇല്ലാത്ത ആളാണ്, എല്ലാവർക്കും അറിയുന്നുള്ളത്. AK ആൻ്റണിയുടെ അപ്പനെ തെമ്പാടി കുഴിയിലാണ് അടക്കിയത്. അവന് അവിടെ തന്നെ അടക്കുന്നത് ഇവിടെ ചില മെത്രാന്മാർ പ്രസംഗിച്ചുകൊണ്ട് നടന്നു. അതറിയാമോ? AK ആൻ്റണി കത്തോലിക്കനായതുകൊണ്ടല്ല, ക്രിസ്ത്യാനി ആയതുകൊണ്ടല്ല KPCC പ്രസിഡൻ്റായത്. അദ്ദേഹം ആ സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യനാണ് എന്ന് അന്ന് ഇന്ദിരാഗാന്ധിക്ക് അറിയാമായിരുന്നു. കേരളത്തിലെ നേതാക്കന്മാർക്കും അറിയാമായിരുന്നു. അതിന് പകരം ഈ ആൻ്റണിയെ പോലെയൊക്കെയുള്ള ഏഴാം കൂലികളെ കൊണ്ടത് പ്രസിഡൻ്റാക്കി കഴിഞ്ഞ് ഈ പാർട്ടി രക്ഷപ്പെടും എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ട്? ഇത് ചെന്നിത്തലയുടെ ബുദ്ധിയാണോ, സതീശൻ്റെ ബുദ്ധിയാണോ, അത് വേണുഗോപാലിൻ്റെ അതിബുദ്ധിയാണോ എന്ന് എനിക്കറിയില്ല. ആര് തന്നെയാണെങ്കിലും അവർ ഈ കേരളത്തിലെ ജനങ്ങളോട് വലിയൊരു അപരാധമാണ് ചെയ്തത്. ഇതുപോലെയുള്ള മണ്ടൻ തീരുമാനങ്ങളെ കൊണ്ട് നിങ്ങൾ പിണറായി വിജയൻ്റെ 3ാം സർക്കാരിന് വഴി തെളിക്കുകയാണ്. കത്തോലിക്കനായി പോയെന്ന് ഒറ്റ കുറ്റത്തിന് ഒരാളെ ഇങ്ങനെ ക്രൂശിക്കുന്നത് ശരിയല്ല. ഏതായാലും ആൻ്റണി പ്രസിഡൻ്റ് ആയാലും ഇനി പ്രസിഡൻ്റ് ആയില്ലെന്ന് വിചാരിച്ചു, എന്നാൽ തന്നെ ഇതുകൊണ്ടുണ്ടായ ഒരു വിവാദം എത്രയാണ്, അപവാദം എത്രയാണ്. പൊതുജന മധ്യത്തിൽ KPCC പ്രസിഡന്റ് തിരഞ്ഞെടുക്കുന്നത് സമുദായത്തിൻ്റെ സഭയുടെ അടിസ്ഥാനത്തിലാണ്, മാർ പാംപ്ലാനിയുടെയും മറ്റ് പ്ലാനുകളുടെയും അഭിപ്രായത്തിൻ്റെ ബലത്തിലാണ് എന്ന് വന്നാൽ അതുണ്ടാക്കുന്ന ഡാമേജ് എത്രയായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ചു. KPCCക്ക് നല്ല യോഗ്യന്മാരായ പ്രസിഡൻ്റാകാൻ ആളില്ലാത്തതുകൊണ്ടാണോ? ഷാഫി പറമ്പിൽ എന്താ ഒരു അയോഗ്യത? ചെറുപ്പക്കാരനല്ലേ, യോഗ്യനല്ലേ, കേരളത്തിൽ എവിടെ നിർത്തിയാലും വോട്ട് പിടിക്കാൻ കഴിവുള്ള ആളല്ലേ, മതേതര പ്രതിച്ഛായുള്ള ആളല്ലേ, ചെറിയ കാര്യമാണോ? പക്ഷേ അത് പരിഗണിക്കില്ല. ഒരു മുസ്ലിമിനെ KPCC പ്രസിഡൻ്റ് ആയി കഴിഞ്ഞാൽ ഒരുപക്ഷെ മുസ്ലിം ലീഗിന് അത് പരപ്രയാസം ഉണ്ടാക്കും എന്ന കാരണത്താലായിരിക്കാം. ഏതായാലും യോഗ്യന്മാരായ ആളുകൾ ഇല്ലാത്തതുകൊണ്ടല്ല. അല്ലെങ്കിൽ K മുരളീധരൻ ഒരു അവസരം കൂടി കൊടുക്കാം, നായരായി പോയി എന്നുള്ളൊരു തെറ്റോ. അതല്ലെങ്കിൽ ഈ കത്തോലിക്കൻ വേണമെങ്കിൽ അതിന് ജോസഫ് വാഴക്കനെ പരിഗണിക്കാം. ഒരുപാട് കൊല്ലം സംഘടനാ ചുമതലകൾ വഹിച്ച് പരിചയവും പാരമ്പര്യമുള്ള ആളാണ്. അല്ലെങ്കിൽ സണ്ണി ജോസഫിനെ പരിഗണിക്കാം. അദ്ദേഹം കണ്ണൂർ DCC പ്രസിഡൻ്റ് ആയിരുന്നാണ്. നമ്മുടെ ഗോവിന്ദൻ മാഷ് കണ്ണൂർ CPM ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്ത് ഈ സണ്ണി ജോസഫാണ് കണ്ണൂർ DCC പ്രസിഡന്റ്. ഇവർ രണ്ടുപേരും പ്രസംഗിച്ച ഒരു യോഗത്തിൽ പ്രസംഗിച്ചായിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. VSൻ്റെ ഭരണത്തിൻ്റെ ആദ്യകാലത്താണ്. ഗോവിന്ദൻ മാഷ് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി, സണ്ണി ജോസഫ് KPCCയുടെ പ്രസിഡൻ്റ് ആവുന്നു. എന്താ തെറ്റുള്ളത്? അദ്ദേഹത്തെ ആളുകൾ അറിയും, ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ആളാണ്. അതിന് പകരം എന്താ പറയുക, ഈ വരാൻ പോകുന്നത് വഴി തങ്ങില്ല. ഏതായാലും ആൻ്റണി KPCC പ്രസിഡൻ്റാണ് എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനും ഇയാളുടെ ഭാര്യ അല്ലാതെ ഉണ്ടാകുന്ന എനിക്ക് പ്രതീക്ഷയില്ല. വരാനുള്ളത് വഴി തങ്ങില്ല. കോൺഗ്രസ് പാർട്ടിയെ പടച്ചോ തന്നെ രക്ഷിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.